പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി CPM ഏരിയ സെക്രട്ടറി പറയും അതാ ശീലം. താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല. CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷും രാമമംഗലം SHOയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. പടംപിടുത്തം കൊള്ളാല്ലടാ, പിന്നെ ആർക്കും മനസ്സിലാകാതിരിക്കത്തില്ല. വിളവെടുക്കരുത് എന്ന് SHOയുടെ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി. താനെന്താ ഭീഷണിപ്പെടുത്തുക? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല, കൊന്നുകളയും ഞാൻ. മടിക്കില്ല കേട്ടോ. സ്വകാര്യ സ്ഥലത്ത് കല്ലുവെട്ടുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയുടെ പേരിലായിരുന്നു ഇരുവരും തമ്മിലുള്ള വാക്പോര്. ഈ നാറിയ രാഷ്ട്രീയ വ്യവസ്ഥയാണ് എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും. രവി, ഇവിടെ എന്താ സംഭവിക്കണമെന്ന് എനിക്ക് വല്ല ഊഹമുണ്ടോ? നമസ്കാരം, PB രതീഷാണ്. കേട്ടിട്ടുണ്ട്. ഹോം മിനിസ്റ്ററുടെ വലം കൈ അല്ലേ? ഇവിടെ ഒന്ന് താനെന്തോ അനാവശ്യം പറഞ്ഞതിനെ പറ്റി ആര് പറഞ്ഞു? അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ. നിങ്ങളെ കുറിച്ച് ഞാൻ അനാവശ്യം പറഞ്ഞില്ല. നിങ്ങളെ കുറിച്ച് എനിക്ക് അനാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആരാണെന്ന് തനിക്ക് അറിയില്ല. തന്റെ ആ തൊപ്പി ഞാൻ തെറിപ്പിക്കും. രാഷ്ട്രീയ സ്വാധീനം. ഞാൻ നിങ്ങളോട് വേറെ ബന്ധമൊന്നുമില്ലല്ലോ. അല്ല, അതും താൻ തന്നെ പണി ചെയ്താ പോരെ. ഈ നാട്ടിക്കട പറഞ്ഞ ആവശ്യമില്ലാത്ത വർത്താനം പണി ചെയ്തന. അധികം സ്മാർട്ട് ആകരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യരുത്. മനസ്സിലായോ? ഞാൻ എന്താ ആവശ്യമില്ലാത്ത പറഞ്ഞാ നിങ്ങളെന്താ അറിഞ്ഞത്? കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട സാറേ. അത് വിളവെടുക്കണ്ട കേട്ടോ. നിങ്ങളെന്താ എന്നെ വിളിച്ച് രാത്രി, നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് ചീത്ത വിളിക്കാണല്ലോ. നിങ്ങൾ മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടല്ല പറഞ്ഞത്. ഞാൻ FIR എടുത്ത് കാണിച്ചു തരാം. ഞാൻ FIR എടുക്കാം. പേടിപ്പിക്കല്ലേ മിസ്റ്റർ. എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? നിങ്ങൾ LC സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാ മതി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. നിങ്ങൾ എന്റെ ആരുമല്ല, എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പോലീസുകാരാണ് സുഹൃത്തെ എന്നോട് പറഞ്ഞത്. ഏത് പോലീസുകാർ പറഞ്ഞു? ഒരു പോലീസുകാരും പറയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. വെളുക്കാത്തത് കൊണ്ടോ അദ്ദേഹം അത് ഇപ്പോഴും മയക്കത്തിലായത് കൊണ്ടോ അറിയാത്തതാണ്. നിങ്ങളുടെ സ്റ്റേഷനിലെ പോലീസുകാരാണ് എന്നോട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. രതീഷ് പറഞ്ഞിട്ടാണ് ചെയ്യുന്നു. അതിലെ ഡ്രൈവറാണ് എന്നോട് പറഞ്ഞു. ഞാൻ എനിക്ക് രതീഷ് അറിയില്ല. ചെയ്യുന്നതാണ് രതീഷ്. അത് എന്റെ കൺസേൺ അല്ല. നിങ്ങളെല്ലാം ആര് പറഞ്ഞാലും എന്റെ കൺസേൺ അല്ല. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഇംഗ്ലീഷ്, നമുക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ലെന്ന് അവന്റെ വിചാരം. നിങ്ങൾ LC സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിരുന്നാ മതി. നിങ്ങൾ ഇങ്ങോട്ട് ഇറക്കണ്ട. നിങ്ങളുടെ കൈ വെച്ചിരുന്നാ ഞാൻ നിങ്ങളെ പോലെ ഒരുപാട് LC സെക്രട്ടറി കണ്ടിട്ടുണ്ട്. നിങ്ങൾ മാന്യമായി അധികം സംസാരിക്കാൻ പഠിക്കും. താൻ ചെയ്ത് ഇത്തിരി കടന്ന കൈയായി പോയി. മിസ്റ്റർ, നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഒന്ന് അന്വേഷിച്ച് നോക്കല്ലേ. ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ആയിക്കോട്ടെ, നിങ്ങളെ എവിടെ താമസിച്ച് എനിക്കെന്താ? നിങ്ങൾ ആരായിരുന്നു? എനിക്കെന്താ സുഹൃത്തെ? എന്റെ പഴയ നിങ്ങൾ ആദ്യം മാന്യമായി സംസാരിക്കും. ഞാൻ ചോദിച്ചത് ആര് പറഞ്ഞിട്ടാ ചെയ്തത്? അത് രതീഷ് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. രതീഷ് പറഞ്ഞിട്ടാണ് ഈ കല്ല് വെട്ടുന്നത്, അനധികൃതമായ മണ്ണ് വെട്ടുന്നത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതാണ് പറഞ്ഞത്. മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? ശരി. എന്റെ സ്വഭാവം എന്താന്ന് കൂടി ഒന്ന് നിങ്ങൾ എന്നെ എന്ത് കൊല്ലൂ? നിങ്ങളെന്ന് കൊല്ലുന്നു. എന്നെ ഒന്ന് കൊന്നു നോക്കി. നിങ്ങൾ എന്നെ അടിക്കൂ. നിങ്ങളൊന്ന് അടിച്ചു നോക്കി. നിങ്ങൾ ആരാ അത്? നിന്റെ അധിക പ്രശ്നം വേണ്ടട്ടോ. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഞാനിപ്പോ FIR എടുക്കുന്നുണ്ട്. എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഞാൻ FIR എടുക്കുന്നുണ്ട്. ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ LC സെക്രട്ടറിയിൽ ആര് പറഞ്ഞാലും എന്നെ ഇവിടെ മാറ്റാതിരിക്കുന്നോടത്തോളം ഞാൻ പിടിച്ചിരിക്കും. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? ഭീഷണി ഒന്നും ഒരു കാര്യത്തും വില പോകും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. നിങ്ങളെ കൈ വെച്ചിരുന്നാ മതി ഇത്തരം കാര്യങ്ങളൊക്കെ. കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും. ഇതായിരുന്നു അവന്റെ കോൺഫിഡൻസ്. സാർ, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. അയാളൊരു പാവമാണ് സാർ. 2 തവണ ഗുഡ് സർവീസ് സെന്റർ വാങ്ങിയ ആളാണ്. തൊപ്പി തെറിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞ ചുമ്മാതെ വരട്ടാനാ. പക്ഷെ ഇപ്പൊ പറയുന്നു തെറിപ്പിക്കും. ആ ചെറുക്കനോട് മാപ്പ് പറ. ഞാനോ? പിന്നെ ആരാ? സമയം കളയാതെ വേഗം ചെല്ല്. എന്റെ പട്ടി പോവും. This is a war. അയാൾ തുടങ്ങി വെച്ചു. എല്ലാവരും ഓരോരുടെ നിങ്ങൾ ജയിച്ചു കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഞാൻ 25 വർഷമായി സാറേ കാക്കിടാൻ തുടങ്ങിയിട്ട്. എനിക്ക് കുപ്പായത്തോട് ബഹുമാനമുണ്ട്. ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇത് അടിച്ചു വെക്കേണ്ടി വന്നാൽ ഞാൻ തയ്യാറാണ്. നന്നായിട്ട് തൂമ്പ എടുത്ത് കളിക്കാൻ അറിയാം സാറേ. അതാണ് പോലീസ്. അതാവണമെടാ പോലീസ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ.
ചെറുകാലുകൾ എന്താ വലിയ ചില്ലിത്തെക്കിട്ട് പോകുന്നു